ഇസ്രായേലിന് നേരെ 300-ലേറെ ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാന്റെ തിരിച്ചടി. കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോൾ നാസർ സൂചിപ്പിച്ചതുപോലെ വ്യോമതാവളങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലോകത്തെ സമ്പദ്വ്യവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ യുദ്ധം തുടങ്ങിയിട്ട് 7 മാസമായിരിക്കുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയല്ലേ? അമൃത, തീർച്ചയായും. അപ്പോൾ ഏറ്റവും പ്രധാനം ഇനി ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിലേക്ക് ഇനിയും ഇസ്രായേൽ പോവുകയാണെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഇറാൻ്റെ ഔദ്യോഗിക നേതൃത്വം പറയുന്നത്, ഞങ്ങൾ സിറിയയിലെ നേരത്തെയുള്ള ഞങ്ങളുടെ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണത്തിലുള്ള ഒരു തിരിച്ചടി ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. UN-ൻ്റെ ചാപ്റ്റർ 51 അനുസരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് തങ്ങൾ നടത്തിയത് എന്നും ഇറാൻ പറയുന്നുണ്ട്. അതായത് ഇറാൻ്റെ സിറിയയിലെ കോൺസുലേറ്റിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിന് സമാനമാണ്. അങ്ങനെ നേരിട്ട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം മറ്റൊരു രാജ്യം നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിരോധിക്കുവാനുള്ള അവകാശം ആ രാജ്യത്തിനുണ്ട്. UN-ൻ്റെ നിയമങ്ങൾ പ്രകാരം തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഇനിയൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഇനി പ്രത്യാക്രമണം ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടി വലിയ തോതിലുള്ള പ്രത്യാക്രമണത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ ഇന്നലെ 300ഓളം ഡ്രോണുകളും മിസൈലുകളും അയച്ചു എന്ന് പറയുമ്പോൾ അത് ഇറാനിൽ നിന്ന് മാത്രമാകാനുള്ള സാധ്യതയില്ല. ഇറാൻ്റെ സഖ്യ സേനകൾ എന്ന് പറയുന്ന ലബനാനിലെ ഹിസ്ബുള്ള, അതേപോലെ തന്നെ ഇറാഖിലെ കത്തായിബ് അടക്കമുള്ള സംഘടനകൾ, യമനിലെ ഹൂത്തികൾ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യ സേനയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവരുടെ പ്രോക്സി സംഘങ്ങൾ എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗങ്ങൾ, ഈ ഷിയ മിലീഷ്യകൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകും എന്ന് പറയുന്നത് തിരിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ മേലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വ്യോമമാർഗം മാത്രമായിരിക്കില്ല ആക്രമണം. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സൈനിക ബലം എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സൈനിക ബലം ഈ നാവിക മേഖലയിലും അതേപോലെ തന്നെ കരം മാർഗത്തിലും ഏറ്റവും കൂടുതൽ ശക്തി ഇറാനാണ്. പക്ഷേ വ്യോമമാർഗമുള്ള അറ്റാക്കിലാണ് ഇസ്രായേലിന് മേൽക്കൈയുള്ളത്. യുദ്ധവിമാനങ്ങൾ, അതേപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം ഇറാനേക്കാളും ശക്തമായ സംവിധാനം ഇസ്രായേലിനുണ്ട്. എന്ന് മാത്രമല്ല അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിക്കുകയും അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് തന്നെ ടെലവീവിലെത്തി എല്ലാവിധ ഓപ്പറേഷനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും തന്ത്രങ്ങൾ മെനയും ഒക്കെ ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വ്യോമമാർഗമുള്ള അറ്റാക്കിന് എന്തായിരുന്നാലും ഇസ്രായേലിന് തന്നെയാണ് മേൽക്കൈ. പക്ഷേ അവിടെയല്ല ഇറാൻ കേന്ദ്രീകരിക്കുക. ഒരുപക്ഷെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള സംഘവും, ജോർദാനിലും ഈ ഇറാൻ്റെ പിന്തുണയുള്ള മിലീഷ്യകൾ ഉണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു അറ്റാക്ക് നാനാഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ തൊടുത്തുവിടാനാണ് ഇറാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ മേഖല പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമാകും. ഇപ്പോൾ തന്നെ നോക്കുക, ഈ ഇന്നലെ ഉണ്ടായൊരു അറ്റാക്കിൻ്റെ ഭാഗമായി ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും അതേപോലെ തന്നെ ഇസ്രായേൽ, ജോർദാൻ, ഈ മേഖലയിലൊക്കെയുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ കടൽ മാർഗമുള്ള മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള ചരക്ക് നീക്കം, അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. ആ മേഖലയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ സന്നിഗ്ധാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് കൂടുതൽ സംഘർഷഭരിതമാകുന്നു. അവിടെ ആ വഴിയുള്ള ചരക്ക് നീക്കം നിലക്കും. അതോടുകൂടി സാമ്പത്തിക മേഖലയിൽ വലിയ എണ്ണവില അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വർധനമുണ്ടാകും. ഇത് ലോക സാമ്പത്തിക മേഖലയെ തന്നെ ബാധിക്കും. ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ ഇനി ഇറാൻ അടിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അങ്ങനെ അടിക്കാൻ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം അത്തരമൊരു എസ്കലേഷന് ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ CNN തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ടർ പറയുന്നത്, ഒരിക്കലും ഈ പെൻറ്റഗൺ ഇസ്രായേലിന് ഇനിയുമൊരു അടി ഇറാനുമേൽ നൽകാനുള്ള ഒരു പിന്തുണ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക അത്തരമൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോകുമോ എന്ന ചോദ്യമുണ്ട്.
ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഇനി പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇറാനെതിരെ അടിക്കുക, ഇറാനെതിരെ യുദ്ധം ജയിച്ച ഒരു ജേതാവായി മാറുക എന്നുള്ളതെല്ലാം നെതന്യാഹുവിൻ്റെ കുറേ കാലമായുള്ള സ്വപ്നമാണ്. ഇപ്പോൾ ഗസയിലെ യുദ്ധം നമുക്കറിയാം, പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്താൻ നെതന്യാഹുവിന് സാധിക്കുന്നില്ല. യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ല. ഹമാസിനെ ഇല്ലാതെയാക്കുക, അതേപോലെ തന്നെ ബന്ദികളെ പൂർണ്ണമായും തിരിച്ചെത്തിക്കുക, ഈ ഇസ്രായേലിനുമേൽ ഗസ ഒരു അപകടമായി നിലനിൽക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊന്നും തന്നെ നെതന്യാഹുവിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തണം, ഈ അനന്തമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിന് എന്ന ചോദ്യം നാനാഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനെതിരെ ഒരു പുതിയ യുദ്ധമുഖം നെതന്യാഹു തുറന്നിരിക്കുന്നത്. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇറാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗങ്ങളിലും ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇറാനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി എല്ലാം ഉയർത്തിക്കാട്ടുന്ന കാര്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക്, തൻ്റെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് വേണ്ടി നെതന്യാഹു പോകുമോ എന്നുള്ളത് ഈ വിഷയത്തിൽ വളരെ പ്രധാനമായിരിക്കും. അമേരിക്ക അതിന് കടിഞ്ഞാണിടുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള യുദ്ധത്തിൻ്റെ ഭാവി എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി സുഹൈൽ.